ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥി ലഫ്റ്റനന്റ് കേണൽ ഋഷി സാറ്, എൻ്റെ മുമ്പിലിരിക്കുന്ന മിടുക്കികളായിട്ടുള്ള ഐലൻഡിലെ അഭിമാനപാത്രങ്ങളായ സിവിൽ സർവീസിൽ ഉന്നത നേടിയ കുട്ടികളെ, അവരുടെ പിന്നിൽ പ്രവർത്തിച്ച ഒപ്പം നിന്ന അവരുടെ മാതാപിതാക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ അലക്സിനെ സംബന്ധിച്ച് എൻ്റെ മകനെപ്പറ്റി പറയുകയാണെങ്കിൽ 2019 ആണ് ഞാൻ ഐലൻഡിൽ ഇവിടെ ജോയിൻ ചെയ്യാനെ സംബന്ധിച്ച് അവൻ എന്നോട് പറയുന്നത്. അവൻ സിവിൽ സർവീസിന് വരുന്നു എന്ന് പറയുന്ന ഒരു സംഗതിയിലാണ് എന്നോട് പറയുന്നത്. സത്യത്തിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ശരിയായ രീതിയാണോ എന്ന് എനിക്ക് തോന്നിയില്ല ആദ്യം. കാരണം ഞാനിവനൊരു എൻജിനീയർ ആക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാൻ അലക്സിനെ CET-യിൽ എൻജിനീയറായതിന് ശേഷം ആൾ ക്യാമ്പസ് സെലക്ഷനൊക്കെ കിട്ടി. അങ്ങനെ അവിടെ നിന്നാണ് പിന്നെ അവിടുന്ന് ഗൾഫിലൊക്കെ പോയിട്ട് അവിടെ നിന്നാണ് റിട്ടേൺ പറഞ്ഞത്. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ റിട്ടയർ ചെയ്യാനായിട്ട് നിൽക്കുന്ന കാലഘട്ടമായിരുന്നു. ആ സമയത്താണ് ആളുടെ ഈ ഒരു അവസരം വരുന്നത്. അപ്പോൾ അതിനെ തുടർന്ന് ഞാൻ അതിനോട് ആദ്യം ഒരു നല്ല അഭിപ്രായമായിരുന്നില്ല. പക്ഷേ തുടർന്ന് ഈ സംഭവത്തിൽ എനിക്ക് പിന്നീട് ഐലൻഡിനെ പറ്റി അവൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളും അവിടുത്തെ പഠന രീതികളും അങ്ങനെയുള്ള സംഗതികൾ വളരെ നന്നായി തോന്നി. അതിൽ ഫസ്റ്റ് ചാൻസിൽ തന്നെ ആൾ ഇൻ്റർവ്യൂവിന് പോയി. അപ്പോൾ ഇൻ്റർവ്യൂവിലെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇവനും ഇതിൽ വളരെ താല്പര്യമുള്ള ആളാണ്. അതുപോലെ തന്നെ അവനെ ഇതിൽ പ്രാക്ടീസ് ചെയ്യിച്ചിട്ടുള്ള ഐലൻഡിന് വളരെ വലിയൊരു പങ്കുണ്ട്. അപ്പോൾ ആ പങ്കിനെ ഞാനിപ്പോഴും ഓർക്കുകയാണ്. അവിടെ നിന്നുള്ള പിന്നത്തെ ചാൻസിലാണ് അവന് 299 ലഭിച്ചു. അതിനെ തുടർന്ന് ഞാനിവിടെ വന്ന് TJ സാറ്, നിഖിൽ സാറ്, അങ്ങനെയുള്ള പല സാറന്മാരെയും നമ്മൾ ഒന്നും പരിചയപ്പെടുന്നത്. പിന്നീട് ഞാനിവിടെ വന്നിട്ടില്ല. പക്ഷെ അതിനെ തുടർന്നുള്ള എല്ലാ ചാൻസിലും ആൾ എഴുതി ഇൻ്റർവ്യൂ വരെ എത്തും. അതിന് ശേഷം റാങ്ക് ലിസ്റ്റിൽ വരും. പക്ഷേ ഒരു മികച്ച റാങ്ക് ആളുടെ ഉദ്ദേശവും സാധിച്ചിരുന്നില്ല. കാരണം ആളുടെ ഈ ഉദ്ദേശമെന്ന് പറയുന്നത് IPS ആയിരുന്നു. ഞാൻ പോലീസിൽ നിന്ന് സബ് ഇൻസ്പെക്ടറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. പക്ഷേ ഞാൻ അതിനോടും അത്രയും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. ഞാൻ പറയും വേറെ ഏതെങ്കിലും സർവീസ് ഇല്ല, ഞാൻ IPS തന്നെയാണ് എന്ന് പറയും. പക്ഷേ ഞാനിതിൽ അഭിമാനിക്കുന്നു. എൻ്റെ ആ ഒരു അതിനോടുള്ള ആ യൂണിഫോമിലുള്ള താല്പര്യം അതിൽ വിഷമമുണ്ടായിട്ടല്ല കേട്ടോ. ഞാനിപ്പോഴും പോലീസിൽ ഞാൻ ചെയ്തിടത്തോളം പ്രവൃത്തിയിൽ ഞാൻ കൃതാർത്ഥനാണ്. ഒരു കാരണവശാലും ഞാൻ ജോലിയെ കുറ്റം പറയില്ല. അതിനെ എൻ്റെ അടുത്തൊരു സ്പിരിറ്റോടു കൂടി കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ ഏത് ജോലിയിലും നിങ്ങൾക്ക് സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു അവസാനം വരെ നിങ്ങൾ അത് പൂർത്തിയാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ മാഷന്മാരും അതുമാതിരി എല്ലാ സ്റ്റാഫും അവനോട് എപ്പോഴും നല്ല രീതിയിൽ കോണ്ടാക്ട് ചെയ്യുന്ന ഒരു നല്ല സ്റ്റാഫാണ്. അപ്പോൾ അവനോട് പറയും, അപ്പ ഇവിടുത്തെ സ്റ്റാഫാണ് ഇതിൻ്റെ നെർവ്. അപ്പോൾ ആ ഒരു പ്രത്യേക കൂട്ടായ്മ എന്ന് പറയുന്നത് ഐലൻഡിനെ സംബന്ധിച്ച് വളരെ അഭിമാനിക്കാവുന്ന ഒരു സംഗതിയാണ്. ഞാൻ അതിൽ നീട്ടുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ വിശിഷ്ടാതിഥിയെ പറ്റി ഒരു വാക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഈ വേദിയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ച സമയത്ത് ഞാൻ ഐലൻഡ് ആ മൈൻഡ് സെറ്റ് ഞാൻ വളരെയധികം ഒരു ചിന്താ വിഷയമായി മാറി. കാരണം ഇത്രയും ഒരു വളരെയധികം എന്താ പറയുക, ഒരു പ്രയാസത്തിൽ നിന്ന്, ശാരീരികമായ പ്രയാസത്തിൽ നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നുകൊണ്ട് അത് ഈ ഇവിടെ ഇരിക്കുന്ന എല്ലാ മക്കൾക്കും അതൊരു വളരെ എന്താ പറയുക പ്രയോജനകരമാണ്. കാരണം എൻ്റെ മകൻ 6ാമത്തെ ചാൻസിലാണ് ഈ 165 വാങ്ങിയത്. അപ്പോൾ ഓരോ ഘട്ടത്തിലും ഒന്നേന്ന് എഴുതുക, വീണ്ടും കീഴ്പോട്ട് പോവുക, വീണ്ടും എഴുതുക, വീണ്ടും കീഴ്പോട്ട് പോവുക. കീഴ്പോട്ടല്ല, ആൾ ലിസ്റ്റിലുണ്ടായിരിക്കും. പക്ഷേ ആൾക്ക് വിചാരിച്ച ഒരു സംഗതി കിട്ടാനായിട്ട് സാധിച്ചില്ല. പക്ഷേ ഈ സമയം ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ നമ്മുടെ വിശിഷ്ടാതിഥിയുടെ ആ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു
എന്താ പറയുക, ആ മനോധൈര്യം അത് നിങ്ങൾക്കും ഉണ്ടായി. ആ ഉണ്ടാവാൻ കാരണം അത് ഐലൻഡിൽ നിങ്ങൾ ഒന്ന് ജോയിൻ ചെയ്തു. അപ്പോൾ അത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തെ ക്ഷണിച്ച് തന്നെ ഞാൻ വളരെയധികം സന്തോഷിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെയും അല്ലെങ്കിൽ പറ്റിയുള്ള കാര്യങ്ങളെയൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. ഞാൻ സമൂഹ മാധ്യമം പ്രത്യേകിച്ച് മനോരമയിൽ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വായിച്ച സംഗതി തന്നെ വളരെ ഭംഗിയായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. വളരെ വലിയൊരു പ്രവൃത്തിയിൽ നിന്നാണ് അദ്ദേഹം ഈ രീതിയിൽ ശാരീരികമായിട്ടൊരു വിഷമം അനുഭവിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തിനൊരു സെല്യൂട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ വ്യക്തിപരമായിട്ട് സെല്യൂട്ടാട്ടോ കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഞാൻ അലക്സിന് വേണ്ടിയും അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേറ്റീവ് മാത്രമാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു എളിയവൻ, അവൻ്റെ പ്രവൃത്തിയും ദൈവാനുഗ്രഹമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.